പി പ്രകാശ് ബാബു, CAA കൊണ്ടുവന്നപ്പോൾ BJP നേരിട്ട ഏറ്റവും വലിയ ആക്ഷേപം ഈ രാജ്യത്ത് പുതിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നു എന്നാണ്. ഇപ്പോൾ അമിത്ഷാ കുറച്ച് നാളുകൾക്ക് മുൻപ് ANIക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒക്കെ CAയുടെ പേരിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നതായിരുന്നു. ഇന്നിപ്പോൾ ബംഗാളിലും അതുപോലെ തന്നെ അസമിലുമൊക്കെ CAA വളരെ സെൻസിറ്റീവായ ഒരു വിഷയമായി നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ BJP ബംഗാളിലൊക്കെ CAA ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി കൊണ്ടുവരുന്നുണ്ട്. അവിടെ BJPയുടെ ലക്ഷ്യമായി ആരോപിക്കപ്പെടുന്നത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ്. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി BJP ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ്. അപ്പോൾ അവിടെ ഭൂരിപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു സമീപനം എടുക്കുകയും ഇവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ചൊല്ലി CAയുടെ കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് പ്രീണനമായി നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? ആ ഇരട്ടത്താപ്പ് എന്തിനാണ് ശ്രീ KP പ്രകാശ് ബാബു? നോക്കൂ ഗോപികൃഷ്ണ, ഒരു ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കേണ്ട സാഹചര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2019 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ CAയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് അവിടെ മതപരമായ പീഡനം അനുഭവിച്ചു വന്ന അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നിയമത്തിൽ ചില ഭേദഗതികൾ അത് സുതാര്യമാക്കുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞവരാണ് 5 കൊല്ലം മുമ്പ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രീണനത്തിന്റെ ആവശ്യമില്ല, കൃത്യതയുണ്ട് നിലപാടിന്. അതേപോലത്തെ നിലപാടിൻ ഈ രാജ്യത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു, ഈ രാജ്യത്ത് CPIMനുണ്ടായിരുന്നു. എല്ലാവർക്കും ഗോപികൃഷ്ണ ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. അങ്ങനെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ വളരെ സമർത്ഥമായി കേരളത്തിലെ വളരെ സജീവമായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരെ ഭയപ്പെടുത്തി നിർത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടന്നു. അതാണ് ഞങ്ങളെടുത്ത നിലപാട്. ആ നിലപാടിന്റെ ഇടയ്ക്ക് കോൺഗ്രസിന്റെ പല നേതാക്കളും പറഞ്ഞു, ഞങ്ങൾ ഇതിന് അറബിക്കടലിൽ വലിച്ചെറിയും. ഇപ്പൊ ഒരാഴ്ച മുന്നേ കേരളത്തിലെ ഒരു പ്രബലമായ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ CAA ഈ രാജ്യത്ത് നിന്ന് എടുത്തു മാറ്റും, അത് ഞങ്ങളുടെ അധികാരത്തിൽ വന്നാൽ. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഒരു നിലപാട് പറയുന്നു. ഞാൻ ചോദിച്ചത്, ഈ രാജ്യവ്യാപകമായി ഇതിനെതിരെ ചില പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ അന്നും ഞങ്ങൾ സൂചിപ്പിച്ചത് അന്ന് അധികാരത്തിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് ആയിരുന്നു, അന്ന് അതേപോലെ തന്നെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആയിരുന്നു, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും തന്നെ കേരളത്തിൽ ഒരു പ്രമേയം പാസാക്കിയപ്പോൾ കോൺഗ്രസിന്റെ ഇതിലെ ആത്മാർത്ഥത ഞങ്ങൾ ചോദ്യം ചെയ്തു. നിങ്ങൾക്കിത് മറ്റു സംസ്ഥാനങ്ങളിൽ സാധ്യമല്ല, നിങ്ങൾ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ നിലപാട് യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങളുടെ മുൻകാല നിലപാട്, ആ നിലപാടിൽ നിങ്ങൾ കേരളത്തിൽ മാത്രം വെള്ളം ചേർക്കുന്നു. ആ വെള്ളം ചേർക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ മുൾമുനയിൽ നിർത്താനാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു, ഈ രാജ്യത്തെ 18 കോടി മുസ്ലിം സഹോദരന്മാരിൽ ഒരാളെ പോലും ബാധിക്കുന്നതല്ല. ഈ രാജ്യത്തെ 135 കോടി ജനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല പൗരത്വ നിയമ ഭേദഗതി. ഒരാളുടെയും പൗരത്വം എടുത്തു കളയാനുള്ളതല്ല. കോടതിയിൽ പോയല്ലോ, രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന്റെ മുന്നിൽ പോയി. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ വളരെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു മൗലിക അവകാശത്തിന്റെ ലംഘനമുണ്ടെങ്കിൽ, ആർട്ടിക്കിൾ 14 ലംഘനമുണ്ടെങ്കിൽ, എല്ലാവരും പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 15ഉം 21ഉം വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു താൽക്കാലിക സ്റ്റേയെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുമായിരുന്നു. അതിനുപോലും വകയില്ലാതെ ഈ 2-3 രാഷ്ട്രീയ പാർട്ടികൾ, സംസ്ഥാന ഗവൺമെന്റ് എല്ലാം പോയിട്ടും സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ബാധ്യതയായിരുന്നു. വിഭജന കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണ പ്രകാരം 2 രാജ്യങ്ങളിലും അവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം 2 രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഈ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള 3 രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം അനുഭവിക്കുന്ന 6ഓളം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് പൗരത്വം കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ കേരളത്തിലെ ഇതിനിടയിലൂടെ CAക്ക് എന്താണ് ഒരു പ്രശ്നം എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ ഭാഗം, കാരണം CAയെ കുറിച്ചുള്ള ഒരു ചർച്ചയല്ല ഇത്, അതായത് ആ നിയമം എങ്ങനെ അതിന്റെ നിലനിൽപ്പ് സംബന്ധിച്ച ചർച്ചയല്ല. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകാനുള്ള നീക്കം
ാണ് സി എക്കെതിരായിട്ടുള്ള പ്രതിപക്ഷ ശബ്ദത്തിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടതെന്ന് താങ്കൾക്കറിയാമല്ലോ. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് താങ്കൾക്കറിയാമല്ലോ. ഏതാണ്ട് 140-ലധികം ഹർജികൾ ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. മാത്രമല്ല, ഈ നിയമം വിവേചനപരമാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു, എന്ന് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വ്യാപകമായ വിമർശനം നേരിട്ടിട്ടുണ്ട് എന്ന പശ്ചാത്തലത്തെ മാറ്റിവെച്ചുകൊണ്ട് സംസാരിക്കരുതെന്നാണ്. പക്ഷേ സി എ നിയമം എന്താണ്, അതെങ്ങനെ നടപ്പാക്കാൻ പോകുന്നത് എന്നതിലല്ല നമ്മുടെ ചർച്ച, അതിലെ നിലപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലാണ്. താങ്കൾക്ക് തുടരാം. അതല്ല, ഈ അമേരിക്കയും ജർമ്മനിയും ഒക്കെ നിലപാട് പറയുന്നതൊക്കെ അവിടെ പോട്ടെ ഗോപികൃഷ്ണ, അവരവരുടെ പണിയെടുക്കട്ടെ. ഇന്ത്യ രാജ്യത്തിന്റെ പണിയെടുക്കും, കേരള ഗവൺമെന്റിന്റെ പണിയെടുക്കും. പക്ഷെ ഞാൻ സൂചിപ്പിച്ചത്, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വർഷങ്ങളായി അഭയാർത്ഥികളായി നിലനിൽക്കുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതിൽ ഒരു നിയമപരമായിട്ടുള്ള ഒരു ലഘൂകരിക്കൽ, അതിന്റെ ഒരു നൂലാമാലകളിൽ ഒരു ലഘൂകരണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു രാജ്യത്തുള്ള ആർക്കും ഇവിടെ ഇന്ത്യ രാജ്യത്ത് പൗരത്വം കൊടുക്കില്ല എന്നൊന്നും പറയുന്നില്ലേ. നമുക്ക് സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട് 1955 അത് പ്രകാരം ആർക്കും ഇവിടെ ഇന്ത്യ രാജ്യത്ത് നിയമപരമായിട്ട് ഒരു വിവേചനവുമില്ലാത്ത പൗരത്വമൊക്കെ കിട്ടും. പക്ഷെ എന്റെ ചോദ്യം, ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്റെ പ്രിയ സുഹൃത്ത് ശിവദാസനും അതേപോലെ തന്നെ ജിൻഡോയും, നിങ്ങളുടെയൊക്കെ കാലാകാലമായിട്ടുള്ള നിലപാട് ഇതായിരുന്നോ? CPIM-ന്റെ നിലപാട്, മുൻകാല നിലപാട് ഇതായിരുന്നോ? കൊടുക്കണ്ടെന്നായിരുന്നോ? ഈ 3 രാജ്യങ്ങളിൽ ഇത്ര വലിയ പീഡനം അനുഭവിച്ച അതിർത്തിയിൽ വർഷങ്ങളായി കഴിയുന്നവർക്ക് ഒരു 6 കൊല്ലത്തെ ഒരു ഇളവ് കൊടുക്കുന്നത് കൊണ്ട് എന്താ നിങ്ങളുടെ പാർട്ടിയുടെ മുൻകാല നിലപാട്? നിങ്ങൾ അന്നും ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നോ? അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഗോപികൃഷ്ണ, ഏതെങ്കിലും വിധത്തിലുള്ള മൗലിക അവകാശ ലംഘനമുണ്ടെങ്കിൽ, ഭരണഘടനാ തത്വങ്ങളെ ലംഘനമുണ്ടെങ്കിൽ ആർക്കും കോടതിയിൽ പോകാം. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഏതെങ്കിലും ഒരു ഭരണഘടനാപരമായ ലംഘനമുള്ളതിന്റെ പേരിലൊക്കെ തന്നെ റദ്ദു ചെയ്ത ചരിത്രമൊക്കെ ഉണ്ടല്ലോ. നിയമപരമായിട്ട് പോകട്ടെ. പക്ഷെ ഇന്ന് ഞങ്ങൾ പറയുന്നത്, ഈ കേരളത്തിൽ വളരെ പരസ്യമായി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി വ്യതിചലിച്ചു പോയി. അങ്ങ് ഇസ്രായേലും ഗാസയും അതേപോലെ തന്നെ CAA, റിയാസ് മൗലവി, SDPI എന്ന് വേണ്ട യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ കാണുന്നത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇനിയും ഇലക്ഷൻ വരെ ഇത് വലിയ ശക്തമായിട്ട് പോകാം. കാരണം എന്താ, അവർ കേരളത്തിൽ മാത്രമേ ഒരു ശക്തമായ മത്സരമുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സത്യം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കറിയാം. അവിടെ അവർക്ക് ഇത് ഉന്നയിച്ച് ജനങ്ങളുടെ അടുത്ത് പോകാൻ പറ്റില്ല. ആ യാഥാർത്ഥ്യം, ആ സത്യം മറച്ചു വെച്ചാണ് കേരളത്തിലെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ നിങ്ങളുടെ പൗരത്വം പോകുന്നു, നിങ്ങളെ ഇതാ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നു, ഇങ്ങനെ അവരുടെ ഇടയിൽ ഭീതി ജനിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, ഇത് ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഈ തിരിച്ചറിവ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു തുറന്നു കാണിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിന് എടുത്തിട്ടുള്ളത്. കോൺഗ്രസിനെ തിരിച്ചറിയാനുള്ള ഇവരുടെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തെ കൃത്യമായും തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പോ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ